CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന വസ്തുതാപരമാണെന്നും മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷമായ ഹിന്ദു വിഭാഗത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയമിക്കണമെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശശികല. രാജ്യത്ത് കിട്ടാവുന്നതിൽ മികച്ച വക്കീലിനെ വെച്ച് വഖഫ് ഭേദഗതി ബില്ലിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. വഖഫ് ഭേദഗതി നിയമം RSSന്റെ മുസ്ലിം വംശഹത്യാ പദ്ധതിയാണെന്നാരോപിച്ച് ദേശീയപാത ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. മലപ്പുറം കുന്നുമലിൽ ഹൈവേ ഉപരോധിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിലായി. ഒറ്റപ്പാലം വരോട് കോലോത്തുപറമ്പിൽ മുഹമ്മദ് ഫവാസാണ് പിടിയിലായത്. രാജ്യത്ത് കിട്ടാവുന്നതിൽ മികച്ച വക്കീലിനെ വെച്ച് വഖഫ് ഭേദഗതി ബില്ലിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. ഉദ്ദേശം രാഷ്ട്രീയമാണ്, മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു നയമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുദിനം കാണുന്നുണ്ട്. മധ്യപ്രദേശിലാവട്ടെ, ഒറീസയിലാവട്ടെ ഒക്കെ ഈ ഒരാഴ്ച എടുത്ത് നോക്കിയാൽ മതി, മണിപ്പൂരിലാവട്ടെ. അപ്പോൾ അതുകൊണ്ട് വഖഫ് ബിൽ അമെൻമെൻറ്റും മറ്റു വിഷയങ്ങൾ തമ്മിൽ ബന്ധമില്ല. മുനമ്പത്തെ പ്രശ്നത്തെക്കുറിച്ചാണ് പറയാനുള്ളത്, ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ തന്നെ സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നാളെ അത് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വരിക, ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വരിക. ഗവൺമെൻറ് തന്നെ പറഞ്ഞല്ലോ, കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, ഞങ്ങൾ പരിഹരിച്ചോളാന്നാണല്ലോ കോടതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് വാദിച്ചത്. ഈ നാളെ വാദിക്കാൻ പോകണം. അതാണ് സ്വാഭാവികമായി വന്ന സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ വിധിക്ക് ഒരു പക്ഷേ സ്റ്റേ ചെയ്യപ്പെടും. നാളെ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്, സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വക്കീൽമാരൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയം കേരള ഗവൺമെൻറ്റിന് തന്നെ പരിഹരിക്കാൻ കഴിയും, ഒരു സംശയവുമില്ല. ഞങ്ങൾ അതിന് വേണ്ട പിന്തുണ കൊടുക്കുക എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. മുനമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവുമില്ല. അതിലെല്ലാവിധ സഹകരണം ഗവൺമെൻറ്റിന് കൊടുക്കും, കേരള ഗവൺമെൻറ്റിന് കൊടുക്കും. അങ്ങനെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം, ഇതൊരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ്. ഇതിൽ ഞങ്ങൾ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യും. CCN മലപ്പുറം. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന വസ്തുതാപരമാണെന്നും മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷമായ ഹിന്ദു വിഭാഗത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയമിക്കണമെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശശികല. സാമൂഹ്യ സാമ്പത്തികമായ അവസ്ഥകൾ സമുദായങ്ങളുടെ പഠിക്കുക. ആർക്കാണോ കൈത്താങ്, അതിന് മുസ്ലിങ്ങളാണ് പിന്നിലെന്ന് പറഞ്ഞാൽ വരട്ടെ, ആർക്കാണോ കൈത്താങ് കൊടുക്കേണ്ടത് അത് കണക്കുകളുടെ ബലത്തിലായിരിക്കണം, വോട്ട് ബാങ്കിന്റെ ബലത്തിലല്ല. ആ വോട്ടിൽ നോക്കിയല്ല. ഇവിടുത്തെ വിദ്യാഭ്യാസപരമായി അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകാം, വിദ്യാഭ്യാസ പുരോഗതിയാകാം, മറ്റേ ഉടമസ്ഥതയാകാം, മറ്റു കാര്യങ്ങൾ, വ്യാപാര അങ്ങനെ പലതും, സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ പറഞ്ഞാൽ പലതും പഠിക്കണം. വ്യാപാര മേഖലയിലുള്ള ഇതിലെല്ലാം പിന്നോട്ട് നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അവരെ എന്റെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കല്ലേ പിന്നാക്ക വികസന കോർപ്പറേഷൻ കൊടുക്കേണ്ടത്. ഇപ്പോ റംസാൻ മാസമായ മലപ്പുറത്ത് തുറക്കുന്ന ഹോട്ടലുകൾ, തിരൂര് തുറക്കുന്ന ഹോട്ടലുകൾ, മറ്റിടത്ത് തുറക്കുന്ന ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ എണ്ണം കൂട്ടുന്നെങ്കിൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ തുറക്കണമെങ്കിൽ കാശില്ലാത്തോണ്ടാണ്. അല്ലെങ്കിൽ നാളെ അടുത്ത വർഷങ്ങൾക്ക് ലിസ്റ്റ് എടുപ്പോൾ 100 ലിസ്റ്റ് ഇടായിരുന്നു മലപ്പുറത്ത്. അവർക്ക് കാശ് കൊടുക്കണമെങ്കിൽ സ്റ്റാർട്ടപ്പിൽ അടുത്ത് ഫണ്ട് കൊടുക്കണം. അവർക്കായിട്ട് ഫണ്ട് അനുവദിക്കുമ്പോഴാണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അവരുടെ പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ ആ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഞാൻ പറഞ്ഞത് കേൾക്കണ്ട, വെള്ളാപ്പള്ളി പറയുന്നത് കേൾക്കണ്ട, ഇന്ത്യക്കേരി പറയുന്നത് കേൾക്കണ്ട. കൃത്യമായ ഒരു പഠനം നടക്കുക, അത് സ്വാഭാവികമായ നീതിയാണ്. മലപ്പുറത്ത് അങ്ങനെ ഒരു പഠനം നടക്കുകയും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കൈത്താങ് കൊടുക്കത്തക്ക പ്രത്യേക പാക്കേജ് അടിയന്തരമായിട്ട്
മലപ്പുറം ജില്ലയ്ക്ക് അനുവദിക്കുകയും ചെയ്യുക. അല്ലാതെ നമ്മൾ തമ്മിൽ തല്ലിയോണ്ടോ കോലം കത്തിച്ചോണ്ടോ സമൂഹങ്ങൾ അകന്നതുകൊണ്ടോ ഈ വിഷയം പരിഹരിക്കപ്പെടും. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വെള്ളാപ്പള്ളിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല. അദ്ദേഹത്തെ വർഗീയവാദിയാക്കുന്നവർ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശശികല പറഞ്ഞു. മുസ്ലിം സമുദായത്തിന് 17 എയ്ഡഡ് കോളേജുള്ള ജില്ലയിൽ ഹൈന്ദവ സമുദായത്തിന് 1 മാത്രമാണുള്ളത്. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നൽകുന്ന വായ്പകളിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളെ നിസ്സാര കാര്യങ്ങളുടെ പേരു പറഞ്ഞ് ഒഴിവാക്കുന്നു. വാരിയൻ കുന്നത്തിനു വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന ഭരണ സംവിധാനങ്ങൾ കേരള ഗാന്ധി കെ കേളപ്പന്റെ ഓർമ്മകളെ മലപ്പുറത്തിന് മണ്ണിൽ നിലനിർത്താതിരിക്കാൻ പ്രയത്നിക്കുന്നു. മെട്രോമാൻ ഇ ശ്രീധരന്റെ അഭിപ്രായം മാനിക്കാതെ തവനൂരിൽ നിർമ്മിക്കുന്ന പാലത്തിലൂടെ കേളപ്പനോടുള്ള വിവേചനം ബോധ്യപ്പെട്ടതാണ്. മലയാള ഭാഷാ പിതാവ് എഴുത്തച്ഛന്റെ ജന്മനാടായ തിരൂരിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ഇതുവരെ സർക്കാരുകൾക്ക് ആയിട്ടില്ല. ഒരു പഞ്ചായത്തിൽ പൊതുശ്മശാനം വേണമെന്ന കേന്ദ്ര നിയമം നിലനിൽക്കെ മലപ്പുറത്തെ എത്ര പഞ്ചായത്തുകളിൽ അതുണ്ടെന്ന് പരിശോധിക്കണം. OBC വിഭാഗത്തിലും സംവരണത്തിലുമായി വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിൽ മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ഇരട്ട സംവരണാനുകൂല്യം അനീതിയാണ്. സനാതനധർമ്മത്തിന്റെ ആളായ ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെയല്ലെന്ന് പ്രചരിപ്പിക്കുന്നത് ചിലരുടെ അജണ്ടയാണ്. നിയമം കൊണ്ടല്ല, ചിലരുടെ വിവേചനത്തിലൂടെയാണ് ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് നീതി നിഷേധിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PV മുരളീധരൻ, ജില്ലാ പ്രസിഡന്റ് T വിജയരാഘവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി തവനൂർ പ്രദീപ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ, മഹിളാ ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമുന കൃഷ്ണകുമാർ എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. വഖഫ് നിയമ ഭേദഗതി അവകാശ ലംഘനത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരിയിൽ യുവജന രോക്ഷം എന്ന പേരിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി. പ്രതിഷേധ സംഗമം മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉനൈസ് മാരായമംഗലം ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NRC വിഷയം വന്ന സമയത്ത് നമുക്കറിയാം ഒരു മതവിഭാഗത്തെ മാത്രമാണ് അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയത്. ഈ വിഭാഗം ആ സമുദായത്തെ തന്നെ വീണ്ടും മറ്റൊരു നിയമം കൊണ്ടുവന്നുകൊണ്ട് എതിർക്കുക, അതിനെ ഈ സമുദായത്തെ ഇവിടെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. നമ്മൾ ഈ വഖഫ് നിയമം പറയുന്ന സമയത്ത് ഈ വഖഫ് നിയമത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ കേരളത്തിലെ വഖഫ് നിയമത്തിൽ വഖഫിന് 21 അംഗങ്ങളാണ് ഉണ്ടാകുക. 2 MLA മാർ, 2 MP മാർ, അതുപോലെ തന്നെ അതിന് മുത്തവല്ലി വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് ഇതിനിവിടെ വഖഫ് നിയമം നടപ്പാക്കാൻ ഒരു ബോർഡ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ആ ബോർഡിനെ അപ്രസക്തമാക്കിക്കൊണ്ട് അതിൻ്റെ എണ്ണം 11 നിജപ്പെടുത്തിക്കൊണ്ട് മറ്റു സമുദായത്തിലെ ആളുകളെ ഇതിൻ്റെ ഓഫീസർമാരായി ഡയറക്റ്റ് ബോർഡിൽ വെച്ചുകൊണ്ട് ഈ മുസ്ലിം സമുദായം ഒരു മുസ്ലിം വ്യക്തി എന്ത് കാംക്ഷിച്ചു കൊണ്ടാണോ വഖഫ് ചെയ്യുന്നത് അത് എങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധമോ ധാരണയോ ഇല്ലാത്ത മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളെ ഇതിൽ കോപ്റ്റ് ചെയ്തുകൊണ്ട് ഈ വഖഫിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം അധ്യക്ഷനായി. ജില്ലാ ഭാരവാഹികളായ മാടാല മുഹമ്മദ് അലി, ഇക്ബാൽ ദുറാനി, ജിദ്ദ KMCC സെക്രട്ടറി ഹുസൈൻ കരിങ്കര, ജില്ലാ പ്രവർത്തക സമിതി അംഗം ഷുക്കൂർ ചലവറ, നിഷാദ് വാണിയപുര, റഫീഖ് ചോലയിൽ എന്നിവർ സംസാരിച്ചു. ജാഫർ മാരായമംഗലം സ്വാഗതവും ഫാസിൽ ചലവറ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. വഖഫ് ഭേദഗതി നിയമം RSSന്റെ മുസ്ലിം വംശഹത്യ പദ്ധതിയാണെന്ന് ആരോപിച്ച് ദേശീയപാത ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. മലപ്പുറം കുന്നുമലിൽ ഹൈവേ ഉപരോധിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു.
വഖഫ് ഭേദഗതി നിയമം അറബിക്കടലിൽ തെരുവുകൾ പ്രക്ഷുബ്ധമാകട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങളുടെ നേതൃത്വത്തിൽ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ കുന്നുമ്മലിൽ പാലക്കാട് കോഴിക്കോട് റോഡ് ഉപരോധിച്ചത്. അറസ്റ്റിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. PC ജോർജും വെള്ളാപ്പള്ളി നടേശനുമടക്കം വർഗീയ പ്രചാരകരെ കണ്ടില്ലെന്ന് നടിക്കുന്ന കേരള പോലീസ് ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുകയാണെന്നും ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ ആരോപിച്ചു. ഹൈവേ ഉപരോധത്തിൽ ഫ്രറ്റേണിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാസിത് താനൂർ, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ, VTS ഉമർ തങ്ങളടക്കം 18 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCN മലപ്പുറം. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ മെത്താഫെറ്റമിനുമായി യുവാവ് പിടിയിലായി. ഒറ്റപ്പാലം വരോട് കോലത്തുപറമ്പിൽ മുഹമ്മദ് ഫവാസാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് കടക്കുന്നതിനിടെയാണ് 23-കാരൻ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സംശയം തോന്നിയതിനെ തുടർന്ന് യുവാവിനെ ഡാൻസ് ഓഫ് സംഘം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ ദേഹപരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ മെത്താഫെറ്റമിൻ ഇയാളുടെ അടിവസ്ത്രത്തിൽ നിന്നും കണ്ടെത്തിയത്. 10 ഗ്രാമോളം മെത്താഫെറ്റമിനാണ് യുവാവിൽ നിന്നും പിടികൂടിയത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണും ATM കാർഡും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി ബാംഗ്ലൂരിൽ നിന്നുമാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് എന്നാണ് പോലീസിനോട് മൊഴി നൽകിയത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. CCN ഒറ്റപ്പാലം. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ആര്യമ്പാവ് വളവൻചിറ സങ്കേതത്തെ അംബേദ്കർ ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വികസന വകുപ്പ് 1 കോടി രൂപയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ വളവൻചിറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചു. വാദ്യമേളങ്ങളോടെയാണ് വളവൻചിറ നിവാസികൾ MLAയെ സ്വീകരിച്ചത്. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീന അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മെമ്പറുമായ പാറയിൽ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. വാസയോഗ്യമല്ലാത്ത വീടുകളുടെ പുനരുദ്ധാരണം, മിനി കുടിവെള്ള പദ്ധതി, നടവഴികളുടെ സംരക്ഷണം, മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, വിജ്ഞാനവാടിയിൽ ആധുനിക പഠന പരിശീലന സൗകര്യം ഒരുക്കൽ, സങ്കേത സംരക്ഷണ മതിൽ കെട്ടൽ, പൊതുശ്മശാനത്തിന് ചുറ്റുമതിൽ കെട്ടൽ, മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള വിവിധ സംരക്ഷണ പ്രവൃത്തികൾ തുടങ്ങിയവ മുൻഗണനയോടെ നടപ്പിലാക്കുവാൻ ആസൂത്രണ സമിതി യോഗത്തിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അജിത് R പ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CCN ചത്തല്ലൂർ. ചത്തല്ലൂർ പനംകുർശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം 9-ന് ആഘോഷിക്കും. ഉത്സവത്തിന്റെ മുന്നോടിയായുള്ള കൊടിയേറ്റ ചടങ്ങ് ശനിയാഴ്ച രാത്രി നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കൊടിയേറ്റത്തിനു ശേഷം തായമ്പകയും മുന്നോടിയായി രാവിലെ ആറാട്ട് എഴുന്നള്ളിപ്പ്, മേളം, ഓട്ടൻതുള്ളൽ, നൃത്തശില്പം, തിരുവാതിരക്കളി, പ്രസാദൂട്ട് എന്നിവയുണ്ടായി. പുറപ്പാടു കഴിഞ്ഞ് 3-ാം ദിവസം രാത്രിയാണ് ഇവിടെ ഉത്സവ കൊടിയേറ്റ് നടക്കുന്നത്. ഞായറാഴ്ച ക്ഷേത്രത്തിൽ രാവിലെ ആറാട്ട്, ഓട്ടൻതുള്ളൽ, നാദസ്വരം, ഭക്തി പ്രഭാഷണം, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, രാത്രി പൂരപ്പറമ്പിൽ ഗാനമേള എന്നിവയുണ്ടായി. തിങ്കളാഴ്ച രാത്രി നാടൻപാട്ടും ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ വലിയാറാട്ട് നടക്കുക. രാവിലെ പഞ്ചാരിമേളത്തോടെ ആറാട്ട് എഴുന്നള്ളിപ്പും ഓട്ടൻതുള്ളൽ എന്നിവയുണ്ടാകും.
വൈകിട്ട് ഡബിൾ നാദസ്വരം, തുടർന്ന് ചെറുതാഴം വിശ്വരാജ്, കാഞ്ഞിരങ്ങാട്ട് അരുൺ രാജ്, സതനം അശ്വൻ മുരളി എന്നിവർ അവതരിപ്പിക്കുന്ന ട്രിപ്പിൾ തായമ്പകയും തുടർന്ന് സിംഗിൾ തായമ്പകയും അരങ്ങേറും. പൂരം ദിവസമായ ബുധനാഴ്ച രാവിലെ പഞ്ചവാദ്യ സമേതം ആറാട്ട്, തുടർന്ന് ഓട്ടൻതുള്ളൽ എന്നിവയുണ്ടാകും. 16 ദേശവേലകളിലായി 20 ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6-ന് പൂരം കൊട്ടിയിറങ്ങും. രാത്രി 8-ന് തിരിച്ചെഴുന്നള്ളിപ്പും നടക്കും. തുടർന്ന് കോബ്ര രാജേഷ് നയിക്കുന്ന കോമഡി ഷോയും ഉണ്ടാകും. CCN ചത്തല്ലൂർ. ഏപ്രിൽ 8 ബിനീഷ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റിക്ക് കീഴിലെ പാലാട് യൂണിറ്റ് ഒരു വീട് ഓടുമേഞ്ഞ് വാസയോഗ്യമാക്കി നൽകി. സഖാവ് വിനീഷിന്റെ രക്തസാക്ഷി ദിനമാണ് ഏപ്രിൽ 8-ന്. അപ്പോൾ കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ പാലാട് യൂണിറ്റിൽ നടന്നൊരു പ്രവർത്തനമാണ്. ഇവിടെ വയസ്സായ ഒരു അമ്മയുടെ വീട് മഹാമോശ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് ആലോചിച്ചുകൊണ്ട് നാട്ടുകാരുടെയൊക്കെ പടെ ഒരു സഹായം കൊണ്ട് നമ്മൾ ആ വീട് ഇപ്പോൾ വാസയോഗ്യമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒട്ടനവധി ആളുകളുടെ നല്ല പ്രവർത്തനങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. വിനീഷ് ഉയർത്തി പിടിച്ചിരുന്ന ഒരു മുദ്രാവാക്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇതൊക്കെ. പ്രയാസം അനുഭവിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുക എന്ന DYFI ഇപ്പോൾ കഴിഞ്ഞ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. മുണ്ടക്കൈ ചൂരൽമര ദുരന്തമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ ഇതേപോലെ തന്നെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ആദ്യം 25 വീടാണ് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് അത് 100 വീട്ടിലേക്ക് കടക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ DYFI നല്ല രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കിവിടെയും അത് നല്ല രീതിയിൽ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് സെക്രട്ടറി പ്രസാദ്, മേഖലാ പ്രസിഡന്റ് ഗോപൻ, വാർഡ് മെമ്പർ രമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡ് കണ്ണത്തുപറമ്പ് ലക്ഷ്മിയുടെ വീടാണ് ഓടുമേഞ്ഞ് വാസയോഗ്യമാക്കി നൽകിയത്. CCN കടമ്പഴിപ്പുറം. UGS ഗ്രൂപ്പിന്റെ കുടുംബ സംഗമം ബ്രാൻഡ് അംബാസിഡർ ഭാവന ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം മനുശ്ശേരിയിലെ വരിക്കാശ്ശേരി മനയിൽ വച്ചാണ് UGSന്റെ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട്, സുനിൽ തെക്കേതിൽ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ KK സുഹൈൽ, ഓപ്പറേഷൻസ് മാനേജർ രാജീവ്, സെയിൽസ് മാനേജർ ശാസ്ത്ര പ്രസാദ്, ഷമീർ അലി, ഫിനാൻസ് മാനേജർ ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. UGSന്റെ പുതിയ സംരംഭം പിരമിഡ് അഗ്രോമൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ആരംഭിക്കുന്ന പാലാട്ട് ഡയറി പ്രൊഡക്ട്സിന്റെ ഭാഗമായ പാലാട്ട് മിൽക്കിന്റെ ലോഗോ പ്രകാശനം പരിപാടിയിൽ വെച്ച് ഭാവന നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പ്രയാണം നടത്തുന്ന UGSന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് ഭാവന അഭിപ്രായപ്പെട്ടു. എനിക്ക് തോന്നുന്നു മലയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന കഥകളൊക്കെ വളരെ കുറവായതുകൊണ്ട് ഇപ്പോൾ പകുതിയിലധികം ഷൂട്ടും കൊച്ചിയിലൊക്കെ തന്നെയാണ്. സോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വരിക്കാശ്ശേരി മലയിലേക്ക് വരുന്നത്. അതിന് UGS ഒരു കാരണമായി. UGSന്റെ ഫാമിലി ലീഗ് ഇത്രയും നല്ല ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ഇവന്റ് ഉണ്ട് എന്നെ അറിയിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഹോട്ടലിൽ ഒരു ഹാളിലായിരിക്കും എന്നാണ്. പക്ഷെ ഞാൻ അത് ഇൻവൈറ്റ് ചെയ്യണോ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി. വരിക്കാശ്ശേരി മലയിലോ ആണോ എന്നുള്ള പോലെ. സോ വരിക്കാശ്ശേരി മലയിൽ അങ്ങനെ ഒരു ഇവന്റ് ഇതിനൊരു പുതുമ നൽകിയതിന് ആദ്യം തന്നെ UGS ഫാമിലി ലീഗ് എല്ലാവരുടെ ആശംസകളും അറിയിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ വിവിധ പദ്ധതികളിൽ കഴിവ് തെളിയിച്ച മികച്ച സ്റ്റാഫുകൾക്ക് അവാർഡുകൾ ഭാവന വിതരണം ചെയ്തു. UGS ഗ്രൂപ്പ് PRO ശ്യാംകുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു. വിവിധ ബ്രാഞ്ച് മാനേജർമാർ, സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ഒറ്റപ്പാലം. നല്ല മനുഷ്യനെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ P. രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവന്റെ വാർഷികാഘോഷം പ്രവാഹ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം ഒന്നാണ്: നിങ്ങളുടെ ന്യൂക്ലിയസ് സബ്ഹ്യൂമൻസ് ഒരു കാരണവശാലും ഒരു മയക്കുമരുന്ന് കൊണ്ട് ഉദ്ദീപിപ്പിക്കപ്പെടരുത്. നിങ്ങളുടെ ഡോപ്പമീൻ ഉൽപ്പാദനം എപ്പോഴും പരോപകാരം കൊണ്ടോ പൈസ കൊണ്ട് മാത്രം പറയത്തില്ല, പരോപകാരം കൊണ്ടോ വ്യായാമം കൊണ്ടോ അല്ല, സംഗീതം ആസ്വദിച്ചുകൊണ്ടോ ആകണമേ എന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ എൻ്റെ സന്ദേശം എന്ന രീതിയിൽ
കാരണം ഉപദേശം ഇഷ്ടമില്ലാത്ത ഒരു തലമുറയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് തരാവുന്ന ഒരു സന്ദേശം, എൻ്റെ പ്രാക്ടീസിൽ നിന്നുള്ള സന്ദേശം അതാണ്. ദയവ് ചെയ്ത് ദൈവം തന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. അതിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും, മയക്കുമരുന്നാകട്ടെ, പുകവലിയാകട്ടെ, മദ്യപാനമാകട്ടെ, അതൊന്നും ചെയ്യാതിരിക്കുക. അതുവഴി നമുക്ക് നമ്മുടെ സമൂഹത്തിന് വലിയൊരു മഹത് വ്യക്തിയായിട്ടല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മളൊരു നല്ല വ്യക്തിയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന മാറ്റം ഒട്ടനവധി, വളരെയധികം അതിൻ്റെ ഇമ്പാക്റ്റ് ഒരിക്കലും ഒരു വാക്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റിൽ കൂടി അളന്ന് പറയുവാൻ സാധിക്കുകയില്ല. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ നൽകുന്ന പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ HR ഈശ്വരന് പ്രൊഫസർ P രവീന്ദ്രൻ സമ്മാനിച്ചു. വിദ്യാലയ സമിതി പ്രസിഡന്റ് പ്രൊഫസർ MV കിഷോർ അധ്യക്ഷനായി. പ്രശസ്ത ചലച്ചിത്ര നടൻ രമേശ് പിഷാരടി വിശിഷ്ടാതിഥിയായിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാലയം നൽകുന്ന എക്സലൻസി പുരസ്കാരം നവമാധ്യമ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാലയത്തിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ദേവരാജ്, നന്ദഗോപൻ, വിഷ്ണു എന്നിവരടങ്ങുന്ന ടീം യുറേക്കയ്ക്ക് രമേശ് പിഷാരടി സമ്മാനിച്ചു. വിവിധ രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അഡ്വക്കേറ്റ് MK സുനിൽ, അഡ്വക്കേറ്റ് TG മാധവനുണ്ണി, A സജീവൻ, അനിൽകുമാർ, N മഞ്ജുള, വിപിന ജയൻ, യോഗേഷ് S രാജ് എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി ഹെവൻസ് പ്രീ സ്കൂളിന്റെ വാർഷികം ആഘോഷപൂർവ്വം നടന്നു. കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ പരിപാടിക്ക് നിറം പകർന്നു. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ അമീൻ കാരക്കുന്ന് ആർട്ട് ഓഫ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഹെവൻസ് പ്രീ സ്കൂളിന്റെ തുടർച്ചയായി ഖുർആൻ മനപ്പാഠത്തിന് മുൻഗണന നൽകിക്കൊണ്ട് 1ാം ക്ലാസ് മുതലുള്ള കോഴ്സിന്റെ പ്രഖ്യാപനം ഹെവൻസ് ഡയറക്ടർ അബ്ദുറഹ്മാൻ അബു ലുത്ഫി നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PT ഹംസ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ബുഷൈറുദ്ദീൻ ഷർഖി, ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലർ അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ചെർപ്പുളശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷത്തിൽ ഹെവൻസ് ഡയറക്ടർ അബ്ദുറഹ്മാൻ അബു ലുത്ഫി, പ്രിൻസിപ്പൽ ഹസീന, അധ്യാപകരായ മുഹ്സിന, സുലൈഖ, ഷർബിന, മാനേജ്മെന്റ് അംഗങ്ങളായ സ്വാദിഖ്, ജാബിർ, ലുബൈബ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന വസ്തുതാപരമാണെന്നും മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷമായ ഹിന്ദു വിഭാഗത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയമിക്കണമെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശശികല. രാജ്യത്ത് കിട്ടാവുന്നതിൽ മികച്ച വക്കീലിനെ വെച്ച് വഖഫ് ഭേദഗതി ബില്ലിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. വഖഫ് ഭേദഗതി നിയമം RSSന്റെ മുസ്ലിം വംശഹത്യാ പദ്ധതിയാണെന്നാരോപിച്ച് ദേശീയപാത ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. മലപ്പുറം കുന്നുമലിൽ ഹൈവേ ഉപരോധിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിലായി. ഒറ്റപ്പാലം വരോട് കോലോത്തുപറമ്പിൽ മുഹമ്മദ് ഫവാസാണ് പിടിയിലായത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.